എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണം സ്പെഷ്യൽ സദ്യ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കിച്ചടിയാണ്. വെണ്ടയ്ക്ക കൊണ്ടുള്ള കിച്ചടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക എടുക്കാം. അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും. എന്നിട്ട് ഈ ഒരു പാകത്തിനാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. പച്ചമുളകും ഇതുപോലെ മുറിച്ചെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരണം. അതിനായി ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാം. അതൊന്ന് വഴന്ന് വന്നിട്ട് വേണം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാൻ. ഇപ്പോൾ ഇത് പാകത്തിനായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കിച്ചടിക്ക് വേണ്ടത് തൈരാണ്. പിന്നെ നാളികേരവും ഒരു പച്ചമുളകും വേണം. നാളികേരവും പച്ചമുളകും നമുക്കിതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് തൈര് അതിൽ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തു. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തൈരും നമ്മുടെ അരപ്പും കൂടെ നന്നായി യോജിച്ചു വന്നു. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിനായി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ഈ തൈര് തേങ്ങ അരച്ചത് ആ കൂട്ടിലേക്ക് ഇത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുന്നത് നമ്മൾ സദ്യക്ക് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചേർത്താൽ മതി. എന്നാൽ മാത്രമേ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുകയുള്ളൂ. സദ്യയിൽ പ്രധാന സ്ഥാനം തന്നെയാണ് കിച്ചടിക്കും. ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.